ഒരു സംഖ്യയുടെ 10% 10 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 16/2/3% കിട്ടി. സംഖ്യ ഏത്? ഒരു സംഖ്യ അറിയില്ല, സംഖ്യ എക്സ് എന്ന് എടുക്കുക. സംഖ്യയുടെ 10%, അപ്പോൾ എക്സ് ഇൻറ്റു 10/100. സംഖ്യയുടെ 10%, സംഖ്യ ഇൻറ്റു 10/100, എക്സ് ഇൻറ്റു 10/100. ഈ സംഖ്യയുടെ 10%-നോട് 10 കൂട്ടുക. ഇതിനോട് നമ്മൾ 10 കൂട്ടുന്നു. 10 കൂട്ടിയപ്പോൾ എന്താ കിട്ടുന്നത്? ആ സംഖ്യയുടെ 16/2/3% കിട്ടി. ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. നമുക്കിതിനെ മാറ്റി എഴുതാം. ഇത് മിശ്ര ഭിന്നാണ്. മാറ്റുക. 16/2/3% എന്ന് പറഞ്ഞാൽ 16 × 3 48 2 കൂട്ടിയ 50/3%. 16 3 48 2 കൂട്ടി 50/3%. ഇതിനെ നമുക്ക് 50/3 ഇൻറ്റു ശതമാനമാകുമ്പോൾ 1/100 എന്ന് എഴുതാം. ഇവിടെ വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ അംശം 1/6. അപ്പോൾ ഈ 16/2/3% എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 1/6. 16/2/3% പകരം 1/6 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ സംഖ്യയുടെ 10%-നോട് 10 കൂട്ടിയപ്പോൾ എന്താ കിട്ടുന്നത്? ആ സംഖ്യ എന്താ? എക്സ് തന്നെയാണ്. ആ സംഖ്യയുടെ എന്ത് കിട്ടി? 16/2/3% കിട്ടി എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ എന്ത് കിട്ടി? 1/6 കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു 1/6. ഇതൊരു സമവാക്യമാണ്. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് ലഘൂകരിക്കുക. നമുക്ക് ഇത് വെട്ടി ചുരുക്കുമ്പോൾ ഇവിടെ ഒരു 10 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ x/10 എന്ന് എഴുതാം. x/10 പ്ലസ് 10 സമം ഇവിടെ ഗുണിക്കുമ്പോൾ x/6 എന്ന് എഴുതാം. ഇനി x/10 നമ്മൾ വലത്തോട്ട് എടുക്കുക. x/10. അപ്പോൾ ഇവിടെ 10 ഉള്ളത്. 10 സമം ഇവിടെ എന്തുണ്ട്? x/6. ഈ x/10 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവാണ്. അങ്ങോട്ട് എടുക്കുമ്പോൾ -ആയി. -x/10. 10 സമം ഇത് കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കാം? ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 10 × x 10x ഇടത് ചിഹ്നം കുറയ്ക്കണം. 6 × x 6x ബൈ ഛേദങ്ങൾ ഗുണിക്കുക. 6 × 10 60 ബൈ 60 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 10 × 60 ആവും. 10 × 60 സമം 10x 4x കുറച്ച് 4x. അപ്പോൾ ഇതെന്ത് വരും? 600 സമം 4x. എക്സ് എങ്ങനെ കാണുക? 600/4. 600/4. 15 4 60. 15 4 60. പിന്നെ ഒരു 0. എക്സിൻ്റെ വില 150. അതായത് സംഖ്യ 150.